എന്നാ പോയാലോ? പോയേക്കാം. എടുത്തോ. ക്ലച്ച് ഓടിയിട്ട് മാറടാ. പൊന്നു ബ്രോ, ഇത് ഓട്ടോമാറ്റിക്, അതിന് ക്ലച്ച് ഇല്ല. ഓട്ടോമാറ്റിക്കോ? പിന്നെ ഇതിനാണ് 1, 2, 3, 4 കൊടുത്തേക്കുന്നത്. പൊന്നു ബ്രോ, ഇത് IMT ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാ. അതിന് ക്ലച്ച് ഇല്ല, അതിന് ചുമ്മാ ഗിയർ മാറിയാ മതി. അങ്ങനെയുണ്ടോ? ഇത് എന്താ ഇത്? എന്റെ പൊന്നു ബ്രോ, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ IMT-നെ കുറിച്ച് പലർക്കും ഒരു ഡൗട്ടുണ്ട്. ഓട്ടോമാറ്റിക് തന്നെയാണോ അതോ ഇത് വേറെ രീതിയിലുള്ള ഫെസിലിറ്റി എന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ളത്. ഓട്ടോമാറ്റിക് ആണ്. അതായത് നമുക്ക് നോർമൽ മാനുവൽ രീതിയിൽ ഗിയർ മാറുന്ന സിസ്റ്റത്തിൽ തന്നെ ഗിയർ മാറാം. പക്ഷെ ക്ലച്ച് ഇല്ല എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് നമുക്ക് സഡൻ പിക്കപ്പിനൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. നോർമൽ രീതിയിൽ മാനുവൽ രീതിയിൽ നമുക്ക് തന്നെ ഗിയറൊക്കെ മാറാം. പക്ഷെ ക്ലച്ച് ഇല്ല എന്നുള്ളതാണ് എൻ്റെ IMT-യുടെ ഒരു പ്രത്യേകത. എടാ, എന്തുവാണ് അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്? അല്ല, സൺറൂഫ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കയറിയതിന്റെ ഫീച്ചേഴ്സ് പറയാന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ കയറി ഒത്തിരി ഫീച്ചേഴ്സ് പറയാൻ പറ്റും. ഞാൻ ഫീച്ചേഴ്സ് പറയാം. 2020 മോഡൽ ഹുണ്ടായി വെന്യൂ സിംഗിൾ ഓണർഷിപ്പ് പെട്രോളിൽ ഓട്ടോമാറ്റിക് IMT-യിൽ വരുന്ന വാഹനമാണ്. ഈ വാഹനത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത്യാവശ്യം ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരുമ്പോൾ ഡയലൈറ്റ് വരുന്നുണ്ട്, പ്രൊജക്ട് വരുന്നുണ്ട്, അതുപോലെ ഡയമണ്ട് കട്ട അലയിൽ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്. ഇനിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നീ പറയാം. എന്റെ ഒരു കൈ എവിടെയാണ്? മെയിൻ ഹൈലൈറ്റ് പറഞ്ഞില്ല. വണ്ടി വെറും 42,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ക്രൂയിസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, നാവിഗേഷൻ, സൺറൂഫ്, വയർലെസ് ചാർജർ, അങ്ങനെ ഇത് എല്ലാ ഫെസിലിറ്റിയോടും കൂടി ഒരു വണ്ടിയാണ്. ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് ഇതിന്റെ പ്രൈസ് ആണ്. 7,40,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതുപോലുള്ള വാഹനങ്ങളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കൂടെ മറക്കരുത്. ചൂടെ കാറ്റലോഗ് നമ്പറുണ്ട്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.